നമ്മളെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ലേറ്റായിപ്പോയി ക്ലാസ്സിലേക്ക് വരാൻ. അത് ശബ്ദം ക്ലിയർ ഇല്ല എന്ന ചില ആളുകൾ പരാതി പറഞ്ഞിരുന്നു. അപ്പം ഒരു മൈക്ക് വാങ്ങി അത് പരിഹരിക്കാൻ വിചാരിച്ചു. പക്ഷെ ലഭ്യമായില്ല. ക്ലാസ് നീട്ടിക്കൊണ്ടുപോകണ്ട വിചാരിച്ചു. ഏതായാലും കിട്ടുന്നതിനനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തി ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇല്ലാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഏതായാലും ആദ്യമായി ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന ഗ്രന്ഥം ആരുടേതാണ് എന്നതാണ് ചോദ്യം. ഇത് ദക്ഷിണാഫ്രിക്കൻ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റും അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയും ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന നെൽസൺ മണ്ടേലയാണ്. അദ്ദേഹം സമാധാനത്തിനുള്ള നൊബൽ പ്രൈസ് ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കക്കാരനാണ്. കാരണം ഇദ്ദേഹമാണ് നൊബൽ പ്രൈസ് ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കക്കാരൻ. ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വർഗക്കാരനായിട്ടുള്ള ആദ്യത്തെ പ്രസിഡന്റാണ്. ലോങ് വാക്ക് ടു ഫ്രീഡം, അതിൻ്റെ പിന്നെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ലോങ് വാക്ക്, അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള ഒരു രചനയാണത്. ആഫ്രിക്കൻ നമ്മൾ സമാധാനപ്രിയരായിട്ടുള്ള ആളുകൾ ഗാന്ധി എന്നൊക്കെ വിളിക്കാറില്ല. അതുപോലെ നമ്മൾ പൊതുവിജ്ഞാനം നേടുമ്പോൾ, ജനറൽ നോളജ് നേടുമ്പോൾ ഗാന്ധി, ഇപ്പോൾ കേരള ഗാന്ധി, മയ്യഴി ഗാന്ധി, ബീഹാർ ഗാന്ധി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്, ജനറൽ നോളജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നും നെൽസൺ മണ്ടേലയെ അറിയപ്പെടുന്നു. അദ്ദേഹം അതുപോലെ നമ്മൾ കേരള ഗാന്ധി എന്ന് പറയുമ്പോൾ കേളപ്പൻ, മയ്യഴി ഗാന്ധി എന്ന് പറയുമ്പോൾ IK കുമാരൻ മാസ്റ്റർ, അതുപോലെ ബീഹാർ ഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നൊക്കെ ഉണ്ട്. അതുപോലെ ശ്രീലങ്കൻ ഗാന്ധി അരിയരത്നെ, അങ്ങനെയുള്ള ഗാന്ധിയന്മാരെ കുറിച്ച് നമ്മൾ ജനറൽ നോളജ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാവുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ലോങ് വാക്ക് ടു ഫ്രീഡം എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള രചനയാണ്. മറ്റത് വങ്കാരി മാത്തായി, നമ്മൾ കേട്ടിട്ടുണ്ടാവും. വങ്കാരി മാത്തായി എന്നത് അതുപോലെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കൻ വനിത ഉണ്ട്, വങ്കാരി മാത്തായി. അവർ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ്. അതുപോലെ ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് കെന്നത്ത് കൗണ്ടിയാണ്. ആഫ്രിക്കൻ ആഫ്രിക്കൻ ഗാന്ധി, ഞാൻ നേരത്തെ ഗാന്ധിയന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ നമുക്ക് കുറേ പഠിക്കാനുണ്ട്, അതൊക്കെ ഇനി കടന്നു വരും നമുക്ക്. അതുപോലെ നമ്മളെ വട്ടമേശ സമ്മേളനം, ഇന്ത്യൻ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ലണ്ടനിൽ ഇന്ത്യക്കാരുടെ ഒരു വട്ടമേശ സമ്മേളനം, റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിരുന്നു അവിടുത്തെ ഒരു പ്രധാനമന്ത്രി. അതാരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. 3 വട്ടമേശ സമ്മേളനങ്ങൾ അത്തരത്തിൽ നടക്കുകയുണ്ടായി 1930 കാലഘട്ടത്തിൽ, റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അപ്പോൾ അങ്ങനെ വിളിച്ചു ചേർത്ത പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. റാംസേ മക് റൊണാൾഡ് എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വട്ടമേശ സമ്മേളനം ലണ്ടനിൽ വിളിച്ചു കൂട്ടിയത്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരുടെ ഒരു വട്ടമേശ സമ്മേളനം വിളിച്ചു കൂട്ടുകയുണ്ടായി. അപ്പോൾ ആ 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത വ്യക്തിയാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ്. വട്ടമേശ സമ്മേളനം, അതായത് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? റാംസേ മക് റൊണാൾഡ്. അതുപോലെ നമ്മൾ പല വിപ്ലവങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഗ്രീൻ റെവല്യൂഷൻ,
നമ്മളെ ഹരിത വിപ്ലവം. ലോകത്തും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് പലതവണ ഹരിത വിപ്ലവങ്ങൾ നടന്നിരുന്നു. പല പല ഉൽപ്പാദനങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട്. അതുപോലെ നീല വിപ്ലവം എന്ന് പറഞ്ഞാൽ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. അതുപോലുള്ള ഒരു ചോദ്യമാണ് റൗണ്ട് റവല്യൂഷൻ. റൗണ്ട് റവല്യൂഷൻ എന്നാൽ എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. റൗണ്ട് റവല്യൂഷൻ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ, അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതികളാണ്. അങ്ങനെ വ്യത്യസ്ത പദ്ധതികളുണ്ട്. അതിന് റവല്യൂഷൻ എന്നാണ് പറയുക. ഇപ്പോൾ സിൽവർ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട്. അതുപോലെ അങ്ങനെയുള്ള ഓപ്പറേഷൻസുകളും പിന്നെ റവല്യൂഷൻസുകളും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ റൗണ്ട് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പേരാണ്. അത് അങ്ങനെ ചോദ്യം നിൽക്കുകയാണ്. റൗണ്ട് റവല്യൂഷൻ എന്നാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദനം എന്നതാണ് ഉത്തരം. അതുപോലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളൊരു ചോദ്യം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാർ നേരത്തെ റാംസെ മക്ഡൊണാൾഡിനെ കുറിച്ച് പറഞ്ഞു. വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്ത പ്രധാനമന്ത്രി, റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചുവിട്ട പ്രധാനമന്ത്രി. അതുപോലെ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അതുപോലെ ലോകത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വാൾപോളാണ്. റോബർട്ട് വാൾപോൾ ആണ് ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. മുമ്പ് പല രാജഭരണമൊക്കെ ആയിരുന്നു, രാജാവൊക്കെ ആയിരുന്നു. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി എന്നുള്ളൊരു പദവി ക്യാബിനറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലൊരു സംവിധാനം ആദ്യം വന്നത് ബ്രിട്ടനിലാണ്. അത് റോബർട്ട് വാൾപോളാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അദ്ദേഹമാണ് ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, വിൻസ്റ്റൺ ചർച്ചിൽ നൊബേൽ സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹമാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടനെ നയിച്ചിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. അതുപോലെ സാമ്പത്തിക പരിഷ്കരണം, സ്വകാര്യവൽക്കരണം ആരംഭിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് മാർഗരറ്റ് താച്ചർ എന്ന വനിതാ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹമാണ് ബ്രിട്ടനിൽ സ്വകാര്യവൽക്കരണം ആരംഭിച്ചത്. അതോടൊപ്പം പറയാം, നമുക്ക് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം ആരംഭിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. PV നരസിംഹറാവു 1991 മുതൽ 96 വരെ പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു. ആ നരസിംഹറാവു സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്നു നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ന്യൂ എക്കോണമിക് പോളിസി NEP ന്യൂ എക്കോണമിക് പോളിസി പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ടെലികോം മേഖലയിലൊക്കെ മുമ്പ് നമുക്കറിയാം എല്ലാം പൊതുമേഖലയിലായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ ടെലികോം അതുപോലെ വ്യത്യസ്ത സ്വകാര്യ മേഖലയ്ക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം പൊതുവെ നമ്മൾ ടെലികോം മേഖല ഉൾപ്പെടെ സ്വകാര്യവൽക്കരണ മേഖല വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അതിന് തുടക്കം കുറിച്ച ധനകാര്യമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അതുപോലെ ബ്രിട്ടനിൽ സ്വകാര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രിയായിരുന്നു മാർഗരറ്റ് താച്ചർ. അവർ വനിതാ പ്രധാനമന്ത്രി കൂടിയായിരുന്നു. പിന്നെ ഒരു ചോദ്യോത്തരം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. പിന്നെ കുറച്ച് നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുറച്ചായി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായി നമ്മൾ ഓരോ കാര്യത്തിലും കടന്നു വരും. 2010 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ്, 2010 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് എന്നാണ് ബരാക് ഹുസൈൻ ഒബാമ. നമ്മൾ കേൾക്കാറുണ്ട്. ബരാക് ഹുസൈൻ ഒബാമയാണ് 2010 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ്. USA യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഇദ്ദേഹം അമേരിക്കയുടെ 44ാമത്തെ പ്രസിഡൻ്റാണ്. അവിടെ നമ്മൾ ഇന്ത്യയിൽ പാർലമെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ പ്രസിഡന്റ് ഉണ്ടെങ്കിലും ഭരണം നടത്തുന്ന പ്രധാനമന്ത്രിയാണ്. പക്ഷേ അമേരിക്കയിൽ
മുഖ്യ ഭരണാധികാരി പ്രസിഡന്റ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ അമേരിക്കയിലെ 4ാമത്തെ പ്രസിഡന്റാണ് ഡോക്ടർ ബരാക് ഹുസൈൻ ഒബാമ എന്നത്. അതുപോലെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അതുപോലെ പുതിയ വിഷയങ്ങളുമായി നമ്മൾ ഇനി കടന്നു വരും. നമ്മളെ ചാനൽ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുപോലെ താല്പര്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇത്രയും സമയം ശ്രമിച്ചതിന് അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.